ഇപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കാൻ ജീവനോടുണ്ട്, ജീവനോടുണ്ട്, കുഴപ്പമില്ല. ഈ ദിൽ രാജ് എന്ന് പറയുന്ന പേരിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താണെന്നറിയോ? ദിൽഖരാജ് എന്നായിരിക്കും. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാടിയാലാണ് ഇതിന്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. ഞാൻ ഗസല് പാടി കഴിഞ്ഞപ്പം ചിത്രേച്ചി ഇങ്ങനെ ആദ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിൽരാജ് എന്നെ ഫാനാക്കി കളഞ്ഞു. അതിലും വലിയൊരു तू है तो दिल धड़कता है. നമുക്ക് എന്ത് മെന്റൽ ടേമോയിൽ ഉണ്ടെങ്കിലും നമ്മളൊരു ഷോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷോ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ധർമ്മം. അത് കഴിഞ്ഞ് ഞാൻ ഇവര് പറഞ്ഞ പോലെ പി ജിയും എടുത്തു. പി ജി ഇല്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതെ. ഇപ്പം ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ ആൻഡ് സൗണ്ട് എഞ്ചിനീയർ, ഈ ടെക്നിക്കൽ പെർഫെക്ഷനും ഇമോഷണൽ ഫീലും എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ടുപോകുന്നത്? ടെക്നിക്കൽ ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പം ഇപ്പോൾ നമ്മളൊരു ലൈൻ എടുത്താൽ അതിനെ എങ്ങനെ കട്ട് ചെയ്ത് അപ്പം വേറൊരു ടേക്ക് അതിനായിട്ട് മേർജ് ചെയ്ത് നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഒരു ഇത് ചെയ്യുമ്പോൾ. അപ്പം ആൻഡ് ഓൾസോ പലരുടെയും പല ഡിഫറെൻറ്റ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അപ്രോച്ചും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് വിദ്യാസാഗർ സാറിൻ്റെ റെക്കോർഡിങ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പഞ്ചിങ് ഇല്ല, പുള്ളി ഒരു സോങ് ഫുള്ള് പല്ലവി ഫുള്ള് പാടിക്കും, തുടക്കം മുതൽ പല്ലവി ആ ഒരു സ്റ്റാൻസ ഫുള്ള് പാടിപ്പിക്കും. അതിൽ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പാടിപ്പിക്കും. അങ്ങനെ ഒബ്വിയസ്ലി ഒരാൾ ഒരു പല്ലവി ആദ്യത്തെ ടേക്കിൽ എന്തായാലും നീറ്റായിട്ട് കറക്റ്റായിട്ട് പാടില്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. അപ്പം അത് ചിലപ്പോൾ ഒരു 3-4 തവണ ഒക്കെ പാടിക്കും. അപ്പം എന്നിട്ട് സാർ അതിന്ന് കോംപ് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ഇപ്പം 4 ടേക്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ടേക്ക്, സെക്കൻഡ് ലൈൻ തേർഡ് ടേക്ക്, ഫോർത്ത് ലൈൻ സെക്കൻഡ് ടേക്ക്, അങ്ങനെ പല ഡിഫറെൻറ്റ് ലൈൻ ഇതിന്നും ടേക്കൊന്നും എടുത്ത് മേർജ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ടെക്നിക്കാലിറ്റിയിൽ. അപ്പം അത് ഒരു വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഔസേപ്പച്ചൻ സാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കട്ട് ചെയ്ത് ഇതെടുക്കുന്നു, ഓക്കെ ആ വാക്ക് ശരിയല്ല, ഓക്കെ അവിടെ നിന്ന് പാടി ഒരു പഞ്ച് ചെയ്യും, അടുത്തെടുക്കും. അപ്പം അത് ഓരോരുത്തരുടെ ഡിഫറൻസ് ആണ്. ഞാൻ പൊതുവെ ഞാൻ കൂടുതലും എനിക്ക് ഔസേപ്പച്ചൻ സാറിനാണ് എനിക്ക് പാട്ട് ഫുള്ള് പാടി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാടി വരുമ്പം ചിലപ്പം ടയർഡാവും ത്രോട്ട്, പിന്നെ സ്ട്രെയിൻ ആവും. അപ്പം പിന്നെ അടുത്തതും പാടണ്ടേ. അപ്പം മാക്സിമം ഒരു ടേക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഡ്രോസ് ബാക്ക് എന്താണോ നമുക്കത് പഞ്ചിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പഞ്ചിൻ ചെയ്തെടുക്കും. അല്ലെങ്കിൽ അത് ഫ്ലോ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ ഒന്നും കൂടി എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ചാൽ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഏറെക്കുറെയൊക്കെ അവരത് നോക്കുന്നുണ്ട്. അപ്പം ഒരു ടേക്ക് ചിലപ്പോൾ ഒരു ടേക്കിൻ്റെ അതേ ഫീലായിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡ് ടേക്ക് പാടി. അപ്പം നമ്മൾ ആ ഫീലിൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമോഷണലി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്നും കൂടി എടുപ്പിക്കും, മാക്സിമം അതിൽ തന്നെ മാച്ച് ചെയ്ത് പാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഒരൊറ്റ ടേക്കില് ഫുൾ സോങ് തന്നെ പാടണം അല്ല, എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് ലെജൻഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത്രയും ടെക്നിക്കലി എത്രമാത്രം മാറ്റങ്ങൾ വന്നതാണ്. നമുക്ക് എല്ലാം ഭയങ്കര ഈസി ആയി കിട്ടി. സിംഗർ എന്നുള്ള വോയിസ് ട്രെയിൻ നല്ലോണം കുറഞ്ഞു അല്ലേ ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ. നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. റാപ്പിഡ് ഫയർ എന്നൊരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ ഇത്രയും നേരം പാടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒരു സിംഗിങ് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള റാപ്പിഡ് ഫയർ കുറച്ച് ക്വസ്റ്റ്യൻസ്. വൺ സിംഗർ യു അഡ്മയർ ദ മോസ്റ്റ്? ഒരു 2 ലൈൻ രചിച്ചിട്ട് ഏതെങ്കിലും ഒരു യുവർ ഫേവറേറ്റ്. ലൈക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ടോട്ടലി ബ്ലാങ്ക് ആയി പോകും. നിലാക്കായ്கிறது நேரம் தேகிறது
யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் உன்னை കാണും. നൈസ് സെലക്ഷൻ. താങ്ക് യു. പിന്നെ ലൈക്ക് വൺ സോങ് യു ക്യാൻ സിംഗ് എനി ടൈം എനിവെയർ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോങ്. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ജോൺസൺ മാഷിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അതെ അതെ, ആ പാട്ടാണല്ലേ. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. തൃശ്ശൂർക്കാരൻ എന്നുള്ളൊരു പേഴ്സണൽ അഭിമാനം, അതെ അതെ അതെ, കറക്റ്റ്. അഹങ്കാരം. അതെ, ക്ലാസിക്കൽ മ്യൂസിക് ഓർ മെലഡി, ഏതും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട്? അത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ചിലതിൽ ക്ലാസിക്കൽ, ചിലതിൽ മെലഡി. എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു മെലഡി പാടാം നമുക്ക്. ഓക്കെ. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ. ബ്യൂട്ടിഫുൾ സോങ്. സ്റ്റേജ് പെർഫോമൻസ് ആണോ അതോ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണോ കൂടുതൽ പ്രിഫർ ചെയ്യാൻ? സ്റ്റേജ് പെർഫോമൻസ്. ടെൻഷൻ ഇല്ലാണ്ടല്ലേ? അല്ല, സ്റ്റേജ് പെർഫോമൻസ് സ്റ്റുഡിയോയിലും. അല്ല, സ്റ്റേജ് പെർഫോമൻസ് അത്ര ടെൻഷൻ വേണ്ടല്ലോ. ലൈക്ക് ബാൻഡിങ് ഒക്കെ ആണെങ്കിലൊക്കെ ക്രൂ ഒക്കെ ആകുമ്പോൾ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ട്. പിന്നെ ഒരു വി ആർ സിംഗിങ് ഫോർ എൻ ഓഡിയൻസ്. അതാണ് ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഓഡിയൻസ് ഇല്ലെങ്കിൽ പിന്നെ സ്റ്റുഡിയോയിൽ നമ്മളൊരു മൈക്കിന് വേണ്ടിയിട്ടാണ് പാടുന്നത്. അപ്പൊ ആ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടല്ലോ എപ്പോഴും. പിന്നെ വൺ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് മ്യൂസിക് ഫോർ യു? പീസ്. പീസ്. ഓ, നൈസ്. യുവർ ഫേവറേറ്റ് രാഗം ഇതാണ്, യുവർ ഫേവറേറ്റ് രാഗം, ആൻഡ് സിംഗ് 2 lines ഓഫ് ദാറ്റ് സോങ്. ഫേവറേറ്റ് രാഗം ഭയങ്കര ടഫാണ്. ഫേവറേറ്റ് രാഗം. ഓക്കെ, ഫേവറേറ്റ് രാഗം കല്യാണി വേണേൽ പറയാം. ഇപ്പം കല്യാണിയിലൊരു പാട്ട്, रंजिश ही सही दिल ही दुखाने के लिए आ, रंजिश ही सही. ഗസല്. ഓക്കെ. പിന്നെന്താണ് എനിക്ക് മോർണിംഗ് മ്യൂസിക് ഓർ നൈറ്റ് മ്യൂസിക്? എന്നുവെച്ചാൽ എനിക്ക് പ്രാക്ടീസ് ആണ് ഉദ്ദേശിച്ചത്. പ്രാക്ടീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കണത് എപ്പോഴാണ്? നൈറ്റിലാണോ മോർണിംഗിലാണോ? എനിക്ക് അങ്ങനെ കേൾക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പക്ഷെ ഞാൻ പൊതുവെ പ്രാക്ടീസ് ചെയ്യാറ് കൂടുതലും ഒരു ഈവനിങ്സ് ആണ്. പകുതി ആൾക്കാരെ എനിക്ക് നൈറ്റാ പറയുന്നത്, കാരണം കംഫർട്ടബിൾ ആണ്. മോർണിംഗ്സ് ആകുമ്പോൾ ത്രോട്ട് കുറച്ച് ഡ്രൈ ആയി. എനിക്ക് ആ പ്രശ്നമുണ്ട്. ആഫ്റ്റർനൂൺ വരെ നീട്ടി. അതെ, ആഫ്റ്റർനൂൺ കഴിഞ്ഞൊരു 5, 6, 7 hour റേഞ്ച്. ലൈക്ക് വൺ ജോണർ യു വാണ്ട് ടു എക്സ്പ്ലോർ മോർ? എനിക്ക് അറേബ്യൻ മ്യൂസിക് കുറച്ച്, കാരണം നമ്മളുടെ സ്ഥിരം നോർമൽ സ്കെയിൽസ് അല്ല അറേബ്യൻസിൽ. ഒരു മൈക്രോ ടോണൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ പാടുന്ന നോട്ടിന്റെ ഇത്തിരി സെൻസ് ഒക്കെ കുറച്ചിട്ടാണ് അവരുടെ സ്കെയിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നാച്ചുറലി കേൾക്കുമ്പോൾ അതൊരു ഒരു ഡിസൊല്യൂഷൻ ഇതുപോലെ തോന്നണം, അത് ഡിസണൻ്റ് ആയിട്ട് തോന്നണം. പക്ഷെ നമുക്കത് തോന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെയുള്ളൊരു സാധനം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ അറബിക് മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യണതാണോ? ആയിരിക്കാം, കുറച്ചൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഇല്ല. പക്ഷേ യു തിങ്ക് ദാറ്റ്, പക്ഷെ അങ്ങനെ ഇല്ല. നമ്മൾ അവിടെ ആണെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ അറേബ്യൻ മ്യൂസിക്കായിട്ട് വലിയ എക്സ്പോഷർ ഒന്നും. പക്ഷെ നമുക്ക് കേൾക്കാനുള്ള ഒരു ചാൻസസ് കൂടുതലല്ലേ സ്വന്തം ചാനൽസ് നിന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇഫ് യു ആർ അബ്രോഡ് ആവുമ്പോൾ ലൈക്ക് മേ ബി. പക്ഷേ നമുക്ക് അന്നത്തെ സമയം പിന്നെ അത് മാത്രമല്ല, നമുക്ക് അന്നും ഈ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി കുറവാണ്. ഇന്റർനെറ്റ് ഇല്ല. ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ ഡയലപ്പ് മോഡൊക്കെയാണ്. അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് അധികം കാണുന്നത് അറബിക് ചാനൽസ് ആയിരിക്കും. ഇല്ല, നമുക്ക് സാറ്റലൈറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം കൂടുതലും ഒരു മല്ലു ഹൗസ് ഹോൾഡ് ആകുമ്പം മല്ലു ചാനൽസിലേക്ക്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡും ഞാൻ അവിടെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ അധികം മോസ്റ്റ്ലി ചെയ്യുന്നത് മൊത്തം അറബിക് ചാനൽസ് ആണ്. അപ്പോൾ അത് കുറച്ചിങ്ങനെ പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് കുറച്ചിങ്ങനെ
പെട്ടെന്ന് അത് ഇങ്ങനെ മനസ്സിലേക്ക് ഇഷ്ടപ്പെടും. അത് ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ, ഇനിയിപ്പം യുവർ നെയിം ഇസ് സ്റ്റാർട്ടിങ് വിത്ത് ദില്ലല്ലേ, അപ്പോൾ നമുക്ക് ദില്ല് വെച്ച് ഇഷ്ടം പോലെ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഒരു 1 ലൈൻ വെച്ചിട്ടൊരു 3 സോങ്സ് എങ്കിലും വേണം. ഇഷ്ടം പോലെ ദില്ല് വെച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. ദിൽ സലാം മുഹമ്മദ് സലാം സലാം. പിന്നെ ദോ ദിൽ മിൽ രഹേ ഹൈ മഗർ ചുപ്കെ ചുപ്കെ ദിൽ ന ദിയാ. ഞാൻ വിചാരിച്ചു ദില്ലേക്ക് മന്ദനയൊക്കെ ചാടി പാടുന്നുള്ളത്. ദിൽ ഹൈ കെ മാനതാ നഹീ. ദിൽസേരെ ഉണ്ട്. ഞാൻ അതൊക്കെ പെട്ടെന്ന് എന്റെ മൈൻഡിൽ പെട്ടെന്ന് വന്ന സോങ്സ് അത്. പക്ഷെ ദിൽസേരെ ഫസ്റ്റ് ലൈൻ അല്ലല്ലോ, ഓ എക് സൂരജ്, അപ്പൊ അതുകൊണ്ട് എനിക്കത് കറക്റ്റാ. നമ്മൾ പക്ഷെ പാട്ട് കേൾക്കുമ്പോ അതിൽ വെച്ചിട്ടല്ല പാട്ട് പെട്ടെന്ന് ദിൽസേരെ റഹ്മാന്റെ ഒരു സ്റ്റാർട്ടിങ് അത് കേൾക്കണേക്കാട്ടും ദിൽസേരെ എന്നുള്ള. ഓക്കെ ഫൈൻ. അപ്പം എൻ്റെ അയ്യോ കഴിഞ്ഞു. ഇല്ല 1 സോങ് ഫോർ യുവർ ഡ്രീം ഗേൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എല്ലാവരുടെ ചോദിക്കണ ചോദ്യമാണ്. ദോസ് ആർ സിംഗിൾ. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഡ്രീം ഗേൾസ് ഒക്കെ ഇഷ്ടം പോലെ പല സ്ഥലത്തും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും ഒരു പാട്ട് കേൾക്കാൻ. നമുക്ക് അപ്പോഴത്തെ മൂഡിൽ എന്താ അനുസരിച്ചിരിക്കില്ല നമ്മൾ പാടാൻ. സമയം തരാം അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. तू है तो दिल धड़कता है, तू है तो सांस आती है, तू ना तो घर घर नहीं लगता, तू है तो डर नहीं लगता, तू है तो हम आते हैं, तू है तो मुस्कुराते हैं, कि तेरे बिन सो नहीं सकते, किसी के हो नहीं सकते, तू है तो. അതൊരു ലവ്ലി റൊമാൻറ്റിക് സോങ് ആയിരുന്നു. അപ്പോൾ ഡ്രീം ഗേൾ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവട്ടെ. ഒരു ഫാൻ മൊമെന്റ് പറയും. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പം ഇത്രയും ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോഴ്സ് യു വിൽ ബി ഹാവിങ് എ ഫാൻ മൊമെന്റ് ടൈം. അപ്പം അത് ഓർത്തിരുന്ന വല്ല ഫാൻ മൊമെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ഞാൻ ഗസൽ പാടി കഴിഞ്ഞപ്പം ചിത്രേച്ചി ഇങ്ങനെ ആദ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിൽരാജ് എന്നെ ഫാനാക്കി കളഞ്ഞു. അതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ ഓസ്കാർ അവാർഡൊക്കെ പോലെ. ഞാനിത് മനസ്സിലെന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു മൂമെന്റ് ആണ്. ഫാൻ എന്നൊന്നല്ല, ഒരു മൂമെന്റ് ആണ്, ഒരു കോർ മെമ്മറി ആണത്. അല്ലാത്ത ഫാൻ മൊമെന്റ് എന്തെങ്കിലും ലൈക്ക് ഇൻസ്റ്റാ മെസ്സേജസ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ക്രേസിയസ്റ്റ് വൈൽഡ് ആയിട്ടൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ? പ്രപ്പോസൽ സീൻസ് ഒക്കെ പോലെ. പ്രപ്പോസൽസ് ഒക്കെ 1-2 വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയും, ഞാനങ്ങനെ മ്യൂസിക് ആണ് എന്റെ പ്രയോറിറ്റി. എന്റെ ഫസ്റ്റ് ലവ് മ്യൂസിക് ആണെന്നുള്ളത്. ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാറുണ്ടോ? ഗിഫ്റ്റ്സ് ഒക്കെ ചിലരൊക്കെ ഇങ്ങനെ തരും. പലരും കൂടുതലും ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചു തരാം. മീറ്റ് ചെയ്യുമ്പം ഇങ്ങനെ നമുക്ക് ലഞ്ചോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ അങ്ങനെയൊക്കെ മേടിച്ചു തരലുണ്ട്. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ മറ്റേ എൻ്റെ പടം വരച്ചിട്ടൊക്കെ അങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. വെരി നൈസ്. നമ്മളെ അങ്ങനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടാൻ പുറത്തുണ്ടെന്നൊക്കെ അറിയണത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞത്. പിന്നെ എനിക്കൊരു വളരെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ബെറ്റ ഫിഷിനെ തന്നിട്ടുണ്ട് ഒരാള്. ഇവിടെ നിന്ന് തന്നെ എനിക്ക് ബെറ്റ ഫിഷിനെ വിത്ത് ഫിഷ് ബോൾ എല്ലാം മേടിച്ച് ഇപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കാൻ ജീവനോടുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഫുഡി ആണോ? കംഫർട്ട് ഫുഡ് ഏതാ? എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ആൻഡ് ബ്രോസ്റ്റഡ് ചിക്കനോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫുഡിനോടൊന്നും. അത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണോ? വീട്ടിലുണ്ടാക്കുന്ന ഫുഡും ഇഷ്ടമാണ്, അല്ലാതെ പുറത്തും ഫുഡ്. നാടനും എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും ചോറും ഭയങ്കര ഇഷ്ടമാണ്. അത് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ നമ്മുടെ ചോറും അതും വെച്ച് ഞാൻ. അതെ, നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അതെ. ഞാൻ
ഇപ്പം ഈ ഷോയ്ക്ക് പോണേക്കാളും മുന്നേ മലേഷ്യ തായ്ലൻഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇതുപോലെ കുറേ സ്ട്രീറ്റ് ഫുഡും പല ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവരുടെ ക്വിസീനും ഭയങ്കര തായ് ക്വിസീൻ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ ഇതിനോട് കുറേ കൂടി ചേർന്ന്. മലേഷ്യൻ കുറേ കൂടി ചൈനീസ് ഇൻഫ്ലുവൻസ്ഡ് ഇതാ. അപ്പം എനിക്ക് പൊതുവേ ഫിഷി സ്മെല്ലായിട്ടുള്ള സംഘങ്ങളോട് അത്ര ഇതില്ല. അപ്പം മലേ ഫുഡ് ഞാൻ അധികം ഇത് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ പിന്നെ ഇന്തോനേഷ്യൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇന്തോനേഷ്യൻ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കരമാണ്. ഭയങ്കര വെറൈറ്റിയാ. ഈവൻ തായ്ലൻഡ് ഞാൻ ഒരു പോയിന്റിൽ മറ്റേ ഒരു മുതലേനൊക്കെ കണ്ടു. മുതല മാത്രല്ല കോക്രോച്ചസും എല്ലാത്തിനും അവിടെ ഫ്രൈ ചെയ്ത് സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ മുതലേന എനിക്ക് അന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ആള് മലേഷ്യനാണ്. അപ്പോൾ ഈ സെഡ് ഇത് അത്ര ഹൈജീനിക് അല്ല, അത് കാരണം കഴിച്ചില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ട മേ ബി ഞാൻ കണ്ടിന്യൂ. പക്ഷെ സോഫാർ എനിക്ക് എൻ്റെ ഒരു ഇതില് ചിക്കനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മീറ്റ് ഞാൻ ഇതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ചും കൂടെ സേഫർ സൈഡ് നോക്കുകയാണെങ്കിൽ മീറ്റ് ആണല്ലോ, മോസ്റ്റ്ലി പ്രോട്ടീനും ഇതാണ്. ഈ ഓൺ സ്ക്രീൻ ദിൽരാജും ഓഫ് സ്ക്രീൻ ദിൽരാജും എങ്ങനെയാണ്? ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണ്? ഇത്രയും ഭയങ്കര സിമ്പിൾ ആണോ? ഇപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. വീട്ടിലെങ്ങനെയാന്നുള്ളത്? ഞാൻ വീട്ടില് പൊതുവെ ഭയങ്കര സൈലന്റ് ആണ്. ഞാൻ കൂടുതൽ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്. ഇൻട്രോവേർട്ടഡ് ആണ്. പക്ഷെ നമ്മൾ സംസാരിച്ചപ്പോ അത്രയ്ക്ക് തോന്നിയില്ലല്ലോ. പറയണമല്ലോ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതെ അതെ. അല്ല, ഇൻട്രോവേർട്ട് ആണെങ്കിലും ഇന്റർവ്യൂല് ഭയങ്കര കൂളായിട്ട്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നാച്ചുറലി എൻ്റെ ഗാർഡ്സ് ഞാൻ കുറച്ച് ഡൗൺ ആക്കും. അതല്ല, എൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന പോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ഞാനും സീരിയസ് ആയിട്ട് നിൽക്കും. ഞാൻ പൊതുവേ എൻ്റെ സ്ഥായിഭാവം അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് അമിയബിൾ ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ആയിക്കഴിഞ്ഞാൽ വൈബ് കണക്ട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുള്ള ആളാണോ? ഒരുപാടില്ല, കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് വേണമെന്ന് ഇങ്ങനെ താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വിളിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇന്നലെ വിളിച്ച പോലെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുക, ഈവൻ ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും. അപ്പൊ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് അങ്ങനെയാണ്. അപ്പം അവർക്ക് അറിയാം. അല്ല, അതാണല്ലോ മോർ ഇമ്പോർട്ടന്റ്. നമ്മൾ എന്നും വിളിക്കണമെന്നില്ല ഫ്രണ്ട്സിന്. വല്ലപ്പോഴും വിളിച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡൗൺ ആണ് അവിടെ, എനിക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുവാണെങ്കിൽ അപ്പൊ ഫോൺ എടുത്ത് സംസാരിക്കാൻ ഒരാളുണ്ടാവും. അതാണല്ലോ മെയിൻ. ഈ ഡൗൺ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഏത് ടൈപ്പ് ഓഫ് പാട്ടുകളായിരിക്കും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടാറ്? അത് ഫ്രണ്ട്സിനെ വിളിക്കുവോ? എന്താണ് ആ ഒരു മൊമെന്റ്? ചിലപ്പോ ഫ്രണ്ടിനെ വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ മൂഡിനെ ട്വിസ്റ്റ് ചെയ്യാൻ പല ആൾക്കാരും. പിന്നെ അല്ലെങ്കിൽ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈപ്പ് ഫുഡ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും. ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഡോപ്പമീനൊക്കെ കൂട്ടാൻ നല്ലതാണോ. അപ്പം ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ അതൊരു അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡോപ്പമീനും വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കുറെ കഴിക്കാനും പാടില്ല. അതെ അതെ. ഇല്ല, അത് പൊതുവെ കുറവാണ്. എനിക്ക് അങ്ങനെ സ്വീറ്റ് ഒരുപാട് കഴിക്കാനും പറ്റില്ല. ഞാൻ പൊതുവെ പെട്ടെന്ന് മട്ടും എനിക്ക്. അപ്പം പിന്നെ ഞാൻ അത്രയും ഡൗൺ ആണെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ ആരെയും വിളിക്കില്ല. ഇങ്ങനെ സൈലന്റില് എന്തെങ്കിലും ഗസലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും, ഗസലൊക്കെ കേട്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ പതുക്കെ ഗസലിലേക്ക് ഇറങ്ങും. പിന്നെ അതിൻ്റെ കൂടെ പാടി നൈസായിട്ട് മൂഡ് മാറ്റും. അതാണ് പൊതുവെ. ഇപ്പം മ്യൂസിക്കിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിച്ചത്. ഇപ്പം ഈ മ്യൂസിക് എത്രമാത്രം ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് സ്റ്റിൽ എത്രമാത്രം മ്യൂസിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണ്? മ്യൂസിക് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് ബേസിക്കലി. അപ്പം അത് ടു എ പോയിന്റ് വെയർ മ്യൂസിക് എൻ്റെ ലൈഫിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ടു എ പോയിന്റ് വെയർ എൻ്റെ ലൈഫിൽ മ്യൂസിക് ഇല്ലെങ്കിൽ ദിൽരാജ് ഇല്ല എന്നുള്ളതില്ല. അവിടെ വരെ അതാണ് മെയിൻ അൾട്ടിമേറ്റ്. ദിൽരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസീഷ്യൻ, പാട്ട് പാടുന്ന ദിൽരാജല്ലേ. അപ്പൊ ഇഫ് നോട്ട് മ്യൂസിക് എന്ന് പിന്നെ ചിന്തിച്ചിട്ടില്ല. മ്യൂസിക് അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരു പ്ലാൻ ബി എന്നുള്ളത്? പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല എനിക്ക്.
ഇല്ല മ്യൂസിക്. ഞാൻ ഡിഗ്രി അവർ വീട്ടുകാർ പറഞ്ഞ പോലെ ഞാൻ BCom എടുത്തു. അത് കഴിഞ്ഞ് വീട്ടുകാർക്ക് വേണ്ടി എടുത്തു. ഞാൻ +1 +2 സയൻസ് ആയിരുന്നു. എന്നിട്ട് ഡിഗ്രി BCom എടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇവര് പറഞ്ഞ പോലെ PGയും എടുത്തു. PG ഇല്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതെ, PG എടുത്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ സൗണ്ട് എഞ്ചിനീയറിങ് പഠിക്കാൻ പോയി. അവിടെ നിന്ന് നല്ല കുറേ കണക്ഷൻസ് കിട്ടി. അവിടെ നിന്നാണ് ആക്ച്വലി എനിക്ക് നല്ലൊരു ലോഞ്ച് പാഡ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് കുറേം കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. പറഞ്ഞ പോലെ അവിടെ നിന്നാണ് എനിക്ക് ഔസേപ്പച്ചൻ സാറും മോഹൻ സിതാര സാറും അങ്ങനെ കണക്ഷൻസ് വന്നതും, അതുപോലെ ഈ പറഞ്ഞ മൂവീസും ഇതൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നതും. അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ പെണ്ണ് കിട്ടാൻ വേണ്ടി PhD ചെയ്തൊന്നുമല്ല. ഇപ്പം ലൈക്ക് അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് ഏതാ പ്രിഫർ ചെയ്യുന്നത്? അതല്ല, അപ്പൊ വീട്ടുകാര് കൊണ്ടുവരുന്ന പെണ്ണാണ്. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഇതത്രയും പഠിച്ചു. അപ്പൊ ഇനിയിപ്പോ ഒരു പാർട്ട്ണറിനെയും വീട്ടുകാരുടെ ഒരു പെർമിഷനോട് ചൂസ് ചെയ്യോ അതോ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കോ? ഞാൻ ആക്ച്വലി അതിനു വേണ്ടി എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടാവും കുറെ ഫാൻസ് ആയിട്ടും അല്ലെ ആയിട്ടും. ഒരുപാടൊന്നുമില്ല. ഞാൻ അതിനിപ്പോ ഞാൻ എൻ്റെ പ്രയോറിറ്റി ആക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ആസ് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്തത് കൊണ്ട് ഞാനൊരു മ്യൂസീഷ്യൻ ആവില്ലല്ലോ. അപ്പം ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ഫെയിമും ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സും എല്ലാത്തും. അപ്പം അതിനുപരി എനിക്ക് ദിൽരാജിൻ്റെ മ്യൂസിക് എന്നുള്ള സാധനം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതെ, ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളും എൻ്റെ സ്റ്റേജ് പെർഫോമൻസും എൻ്റെ ഒറിജിനൽ മ്യൂസിക്കും. ഡ്രീം പ്രൊജക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇതിനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത്. എനിക്കൊരു ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല, മേ ബി ഒരു മ്യൂസിക് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാനൊരു കവ്വാലി സ്റ്റൈലിലൊരു സോങ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ എഴുതിയൊരു സോങ്ങാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ അതും അതിൻ്റെ ബേസിക് ജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ മരിച്ചതിൻ്റെ ഒരു ക്ലോഷർ കിട്ടാൻ വേണ്ടി ദൈവത്തിലേക്ക് തിരിഞ്ഞ ഒരു ഇതാണ്. അപ്പം ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ ഐ ഫൈനലി ഫൗണ്ട് പീസ് ഇൻ ഗോഡ് എന്നുള്ളൊരു ഇതാണ്. അപ്പം അതിന് എന്താ പറയുക, നല്ല ആർട്ടിസ്റ്റ്മാരൊക്കെ വിളിച്ച് സെഷനൊക്കെ വായിപ്പിച്ച് നല്ലൊരു വർക്കാക്കി ഇറക്കണം എന്നുണ്ട്. ആൻഡ് ഇപ്പം എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സംഭവം അതാണ്. നടക്കട്ടെ. താങ്ക് യു. ഫാൻസിന് എന്താ പറയാൻ, ഫാൻസിനോട് എന്താ പറയുള്ളൂ? കാരണം ഇപ്പം ഒരുപാട് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇത് ഔട്ടാകുമ്പോൾ എനിക്കറിയില്ല ഷോ കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ യു വിൽ ബി ദെയർ ഇൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലിസ്റ്റിൽ, ദാറ്റ്സ് ഫോർ ഷുവർ. ബട്ട് സ്റ്റിൽ ഫാൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്, ഇത്രയും സപ്പോർട്ട് ചെയ്ത ഫാൻസിൻ്റെ അടുത്ത്? ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഇനിയും തുടർന്നും ഉണ്ടാവണം. ഇനിയും ഷോ കഴിഞ്ഞിട്ടും എൻ്റെ മ്യൂസിക് കേൾക്കാനുള്ളൊരു മനസ്സും ക്ഷമയും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് പോലെ തന്നെ ദിൽരാജ്, കിങ് ഓഫ് ഹാർട്ട്സ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ മനസ്സിലും ദിൽരാജ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇനിയും ഒരുപാട് എന്താ പറയുക ഉയരങ്ങളിൽ എത്തട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുമ്പോൾ എനിക്കൊരു ട്രീറ്റ് വേണം. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേസ്മെൻറ്റിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കീപ് സിംഗിങ്, കീപ് ഇൻസ്പയറിങ്. All the very best wishes for all your upcoming projects. Thank you for your time. Thank you so much for having me. Yes.